കൊല്ലം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി രൂപരേഖയടക്കം തയ്യാറായെന്നും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. നിലവിൽ ഗ്യാരേജ് പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. മാതൃഭൂമി ന്യൂസ് ഇംപാക്ട്. ഒടുവിൽ കൊല്ലം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷം. പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. അതിനായുള്ള ഭരണാനുമതി സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചു. കൊല്ലത്തിന് വളരെ അഭിമാനകരമായ ഒരു ബസ് സ്റ്റാൻഡായിട്ട് വരും. ഇത് ഇപ്പോഴുള്ളത് കായൽ തീരത്ത് താഴോട്ടിറങ്ങി പോകണം. ഇവിടെ മെയിൻ റോഡിനോട് NH ചേർന്ന് തന്നെ വരുന്ന തരത്തിലാണ് ഒരു 3-4 നിലയുള്ള അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു സംവിധാനമാണ് കെ.എസ്.ആർ.ടി.സിയുടെ ഡിസൈനകത്ത് വരുന്നത്. നിലവിൽ ഗ്യാരേജ് പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണ് പരിശോധന അടക്കം ഉടൻ ആരംഭിക്കും. 3 നിലകളിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 1-ാം നിലയിൽ ബസ് സ്റ്റാൻഡ്, 2-ാം നിലയിൽ ഓഫീസ്, 3-ാം നിലയിൽ വിശ്രമമുറികൾ എന്ന തരത്തിലാകും നിർമ്മാണം. ബസ്സുകളുടെ ചെറിയ അറ്റകുറ്റപ്പണികൾക്കായുള്ള ക്രമീകരണം ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടാകും. വലിയ അറ്റകുറ്റപ്പണികൾ ചാത്തന്നൂർ ഡിപ്പോയിലാകും നടത്തുക. സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള 10 കോടി രൂപയും സ്ഥലം MLA M. മുകേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 5 കോടി രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം. തീർച്ചയായിട്ടും ഇത് കൊല്ലംകാരുടെ ഒരു സ്വപ്നമാണ്. നമ്മൾ കൊല്ലത്തിനെ പറ്റി പുറം കൊല്ലത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ നോക്കണം. അതനുസരിച്ചുള്ള ഒരു ബസ് സ്റ്റാൻഡ് അല്ലായിരുന്നു. നമ്മളത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയേറെ പരിശ്രമവും അതിൻ്റെ പിന്നിൽ പ്രവർത്തനവും ചർച്ചകളും ഒക്കെ നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാം, കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡായി കൊല്ലം മാറുമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും. നിലവിൽ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്വകാര്യ പങ്കാളിത്തത്തോടെ വാണിജ്യ സമുച്ചയം നിർമ്മിക്കും. അതിനുവേണ്ടിയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.